JK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 ജൂൺ 2 നടന്ന കുക്ക് ഗ്രേഡ് 2 ഓൺലൈൻ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾക്കൊള്ളാത്തവ കണ്ടെത്തുക. 1. എഴുതപ്പെട്ട ഭരണഘടന. 2. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. 3. ഭേദഗതി വരുത്തുവാൻ കഴിയാത്തത്. 4. ഏകമണ്ഡല നിയമനിർമ്മാണ സഭ. ഓപ്ഷൻസ് എ 1, 4 മാത്രം, ബി 3, 4 മാത്രം, സി 2, 3 മാത്രം, ഡി 1, 2 മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾക്കൊള്ളാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3, 4 മാത്രം. ഭേദഗതി വരുത്താൻ കഴിയാത്തതും ഏകമണ്ഡല നിയമനിർമ്മാണ സഭയും ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾക്കൊള്ളാത്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? എ കാര്യനിർവഹണ വിഭാഗം, ബി നീതിന്യായ വിഭാഗം, സി നിയമനിർമ്മാണ വിഭാഗം, ഡി ഇവയൊന്നുമല്ല. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ആൻസർ വരെ ഓപ്ഷൻ ബി നീതിന്യായ വിഭാഗം. 3. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻസ് എ സച്ചിൻ, ബി ഗാംഗുലി, സി രോഹിത് ശർമ്മ, ഡി വിരാട് കോഹ്ലി. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആൻസർ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഓപ്ഷൻസ് എ ലിയോ 14 ബി ജോൺ പോൾ 2, സി ഫ്രാൻസിസ് മാർപ്പാപ്പ, ഡി ബെനഡിക്ട് 16. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആൻസർ ഓപ്ഷൻ എ ലിയോ 14. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പമേല റോക്സ് നിർമ്മിച്ച സിനിമ താഴെ പറയുന്നവയിൽ ഏതാണ്? എ പതേർ പാഞ്ചാലി, ബി തമസ്, സി ട്രെയിൻ ടു പാകിസ്ഥാൻ, ഡി ഇതൊന്നുമല്ല. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പമേല റോക്സ് നിർമ്മിച്ച സിനിമ ആൻസർ ഓപ്ഷൻ സി ട്രെയിൻ ടു പാകിസ്ഥാൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം. ഓപ്ഷൻസ് എ 1947, ബി 1961, സി 1956, ഡി 1954. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം ആൻസർ ഓപ്ഷൻ ഡി 1954. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശം. എ പോണ്ടിച്ചേരി, ബി ഗോവ, സി മാഹി, ഡി യാനം. പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശം ആൻസർ ഓപ്ഷൻ ബി ഗോവ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എ ഫസൽ അലി, ബി ജവഹർലാൽ നെഹ്റു, സി പോറ്റി ശ്രീരാമലു, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ എ ഫസൽ അലി. 9. റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻസ് എ ജർമ്മനി, ബി ബ്രിട്ടൻ, സി അമേരിക്ക, ഡി സോവിയറ്റ് യൂണിയൻ. റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ജർമ്മനി. പത്താമത്തെ ക്വസ്റ്റ്യൻ, 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ ഗൂൾ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻസ് എ ഇന്ത്യ, ബി നേപ്പാൾ, സി ബ്രിട്ടൻ, ഡി ബർമ. 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ ഗൂൾ ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ സി ബ്രിട്ടൻ. 11. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത. ഓപ്ഷൻസ് എ കൽപ്പന ചൗള, ബി സുനിത വില്യംസ്, സി സെറീന ഗ്രാഫ്, ഡി ബുച്ച് വിൽമോർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആൻസർ ഓപ്ഷൻ ബി സുനിത വില്യംസ്. 12. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. 2. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. 3. കേരളത്തിലെ ആദ്യ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയമാണ്. 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1, 2 ശരിയാണ്, ബി 2, 4 ശരിയാണ്, സി 1, 3 ശരിയാണ്, ഡി 1, 4 ശരിയാണ്. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, 1, 3 ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയമാണ്. 13. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്? എ പസഫിക് സമുദ്രം, ബി അറ്റ്ലാന്റിക് സമുദ്രം, സി ഇന്ത്യൻ മഹാസമുദ്രം, ഡി ആർട്ടിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്? ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, പസഫിക് സമുദ്രം. 14. പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിന്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻസ് എ വടക്ക്, ബി തെക്ക്, സി കിഴക്ക്, ഡി പടിഞ്ഞാറ്. പടിഞ്ഞാറൻ ഘട്ടം അതായത് പശ്ചിമഘട്ടം കേരളത്തിന്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? ആൻസർ ഓപ്ഷൻ സി കിഴക്ക്. 15. താഴെ പറയുന്നവയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ നദി. ഓപ്ഷൻസ് എ നർമ്മദ, ബി താപ്തി, സി ഗോദാവരി, ഡി കൃഷ്ണ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ നദി ആൻസർ ഓപ്ഷൻ സി ഗോദാവരി. 16. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഓപ്ഷൻസ് എ പെരിയാർ വന്യജീവി സങ്കേതം, ബി നെയ്യാർ, സി പറമ്പിക്കുളം, ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ആൻസർ ഓപ്ഷൻ എ പെരിയാർ വന്യജീവി സങ്കേതം. 17. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. 2. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. 3. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 4. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്.
ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1, 2 ശരിയാണ്, ബി 3, 4 ശരിയാണ്, സി 1, 4 ശരിയാണ്, ഡി 2, 3 ശരിയാണ്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, 1, 2 ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. 18 കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് എ കേരളം, ബി തമിഴ്നാട്, സി ഗുജറാത്ത്, ഡി ഉത്തർപ്രദേശ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കേരളം. 19 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. ഓപ്ഷൻസ് എ കാസർഗോഡ്, ബി കണ്ണൂർ, സി ആലപ്പുഴ, ഡി കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ആൻസർ ഓപ്ഷൻ ബി കണ്ണൂർ. 20 ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? എ കേരളത്തിലെ 5 നദികൾ കിഴക്കോട്ടും 39 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ബി കേരളത്തിലെ 44 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. സി കേരളത്തിലെ 4 നദികൾ കിഴക്കോട്ടും 40 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഡി കേരളത്തിലെ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ശരിയായ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ഡി. കേരളത്തിലെ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. 21 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഓപ്ഷൻസ് എ മലാല യൂസഫ്സായ്, ബി ഗ്രറ്റ തുൻബർഗ്, സി മറിയ കൊറീന മച്ചാഡോ, ഡി വ്ളാഡിമിർ സെലൻസ്കി. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആൻസർ ഓപ്ഷൻ സി മറിയ കൊറീന മച്ചാഡോ. 22 കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കേരളത്തിലെ ഏത് നഗരത്തിലാണ്? ഓപ്ഷൻസ് എ തിരുവനന്തപുരം, ബി കൊച്ചി, സി കോഴിക്കോട്, ഡി ആലപ്പുഴ. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി കൊച്ചി. 23 വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് സമുദ്രമാണ്? ഓപ്ഷൻസ് എ ബംഗാൾ ഉൾക്കടൽ, ബി അറബിക്കടൽ, സി കറുപ്പുകടൽ, ഡി ചെങ്കടൽ. വടക്കു പടിഞ്ഞാറൻ ആയിരിക്കില്ല, വടക്കു കിഴക്കൻ മൺസൂൺ ആയിരിക്കും. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, ബംഗാൾ ഉൾക്കടൽ. വടക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന ഒരു കാറ്റില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റും വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുമാണ് ഉള്ളത്. 24 കേരളത്തിലെ നഗരസഭകൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? എ ജില്ലാ പഞ്ചായത്ത്, ബി കേന്ദ്ര സർക്കാർ, സി ഗ്രാമപഞ്ചായത്ത്, ഡി സംസ്ഥാന സർക്കാർ. കേരളത്തിലെ നഗരസഭകൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാന സർക്കാർ. 25 ഏത് സംസ്ഥാനത്ത് കൂടിയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? എ ഉത്തർപ്രദേശ്, ബി പശ്ചിമ ബംഗാൾ, സി ബീഹാർ, ഡി ഉത്തരാഖണ്ഡ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ആൻസർ ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. 26 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻസ് എ ബ്രസീൽ, ബി ഇന്ത്യ, സി ദക്ഷിണാഫ്രിക്ക, ഡി ഇവയൊന്നുമല്ല. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ആൻസർ ഓപ്ഷൻ എ ബ്രസീൽ. 27 താഴെ പറയുന്നവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് എ മിസോറാം, ബി ത്രിപുര, സി മണിപ്പൂർ, ഡി ഗുജറാത്ത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി മണിപ്പൂർ. 28 കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? എ പകർച്ചവ്യാധി, ബി മലിനജലത്തിൽ നിന്നുള്ള പകർച്ച, സി മാലിന്യങ്ങൾ, ഡി ഭക്ഷണ മലിനീകരണം. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണം ആൻസർ ഓപ്ഷൻ ബി മലിനജലത്തിൽ നിന്നുള്ള പകർച്ച. 29 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ. എ ആനോ, ബി സീൻ, സി ഉഷ്ണരാശി, ഡി ചിത്തിര. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ ആൻസർ ഓപ്ഷൻ എ ആനോ. 30 ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. എ പാകിസ്ഥാൻ, ബി അഫ്ഗാനിസ്ഥാൻ, സി നേപ്പാൾ, ഡി ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. 31 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള. എ നെല്ല്, ബി ഗോതമ്പ്, സി തെങ്ങ്, ഡി കുരുമുളക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ആൻസർ ഓപ്ഷൻ എ നെല്ല്. 32 ശരീര തുലനനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം. എ സെറിബ്രം, ബി സെറിബെല്ലം, സി ഹൈപ്പോതലാമസ്, ഡി മെഡുല ഒബ്ലോങ്കേറ്റ. ശരീര തുലനനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ആൻസർ ഓപ്ഷൻ ബി സെറിബെല്ലം. 33 എപ്പികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ തേനീച്ച വളർത്തൽ, ബി മുയൽ വളർത്തൽ, സി മീൻ വളർത്തൽ, ഡി പട്ടുനൂൽ പുഴു വളർത്തൽ. എപ്പികൾച്ചർ ആൻസർ ഓപ്ഷൻ എ തേനീച്ച വളർത്തൽ. 34 മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു. എ ബാക്ടീരിയ, ബി ഫംഗസ്, സി പ്രോട്ടോസോവ, ഡി വൈറസ്. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ആൻസർ ഓപ്ഷൻ സി പ്രോട്ടോസോവ. 35 മുണ്ടകൻ കൃഷി ഏതു വിള എന്നറിയപ്പെടുന്നു? ഓപ്ഷൻ എ ശരത്കാല വിള, ബി ശീതകാല വിള, സി വേനൽക്കാല വിള, ഡി ഇവയൊന്നുമല്ല. മുണ്ടകൻ കൃഷി ഏതു വിള? ആൻസർ ഓപ്ഷൻ ബി ശീതകാല വിള. 36 ചുവടെ തന്നിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ ഏത്? ഓപ്ഷൻ എ കുഷ്ഠം, ക്ഷയം, ബി മന്ത്, മലേറിയ, സി ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഡി എയ്ഡ്സ്, നിപ്പ. ജനിതക രോഗങ്ങൾ ആൻസർ ഓപ്ഷൻ സി ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. 37 ജൈവഘടികാരമായി അറിയപ്പെടുന്ന ഗ്രന്ഥി. ഓപ്ഷൻ എ തൈറോയ്ഡ് ഗ്രന്ഥി, ബി തൈമസ് ഗ്രന്ഥി, സി പീയൂഷ ഗ്രന്ഥി, ഡി പൈനിയൽ ഗ്രന്ഥി. ജൈവഘടികാരമായി അറിയപ്പെടുന്ന ഗ്രന്ഥി ആൻസർ ഓപ്ഷൻ ഡി പൈനിയൽ ഗ്രന്ഥി. 38 ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം. ഓപ്ഷൻ എ കോക്ലിയ, ബി യൂട്രിക്കിൾ, സി സാക്യൂൾ, ഡി അർദ്ധവൃത്താകാര കുഴലുകൾ. ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം ആൻസർ ഓപ്ഷൻ എ കോക്ലിയ. 39 ജലത്തിൽ ലയിക്കുന്ന ജീവകം. ഓപ്ഷൻസ് എ ജീവകം എ, ബി ജീവകം സി, സി ജീവകം ഡി, ഡി ജീവകം കെ. ജലത്തിൽ ലയിക്കുന്ന ജീവകം ആൻസർ ഓപ്ഷൻ ബി ജീവകം സി.
40 ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം. ഓപ്ഷൻ എ വർണ്ണാന്ധത, ബി നിശാന്തത, സി തിമിരം, ഡി ഗ്ലോക്കോമ. ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം. ആൻസർ ഓപ്ഷൻ ബി നിശാന്തത. ഈ ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. CRT സീരീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ പാഠമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നത് ഭൂഖണ്ഡങ്ങളിലൂടെ. അതിൽ ആദ്യത്തെ ഭൂഖണ്ഡം ഏഷ്യയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഏഷ്യയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ് പറയുന്നത്. ഏഷ്യയിലെ പൂർണ്ണമായും ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. ഏഷ്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ബ്രൂണയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം ബൈക്കന്നൂരാണ്. അത് കസാക്കിസ്ഥാനിലാണ്. ഏറ്റവും വലിയ കരബന്ധിത രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് മാഗ്സസെ പുരസ്കാരമാണ്. ഏർപ്പെടുത്തിയത് ഫിലിപ്പീൻസ് ആണ്. അന്താരാഷ്ട്ര നെല്ലു ഗവേഷണ കേന്ദ്രം മനിലയാണ്. മനില ഫിലിപ്പീൻസിലാണ്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോറാണ്. സാഹിത്യത്തിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യയും ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ് ഇന്ത്യൻ ഉപദ്വീപുമാണ്. ആദ്യമായി ഒളിമ്പിക്സ് നടന്ന ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ആഫ്രിക്കയെക്കുറിച്ചാണ്. സാവന്നയും സഹാറയും കോങ്കോ തടാകവും കടന്ന് ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇത് മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിനുള്ളത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്നു. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതകളാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത്. ഏറ്റവും ഉയരമുള്ള പർവ്വതം, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമാഞ്ചാരോ. സഹാറ മരുഭൂമി, ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകൾ ആയതിനാലാണ് ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഇനി കാലാവസ്ഥ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ്. എങ്കിലും പ്രാദേശികമായ വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. സസ്യജന്തുജാലങ്ങൾ. ജൈവവൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖലാ മഴക്കാടുകളും. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. അപ്പോൾ ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾക്ക് എക്സാമ്പിളാണ് ബയോബാബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ. സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. സെറൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിൽ ഉടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലാണ് നടക്കുന്നത്. ജനജീവിതം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. ഇനി ആഫ്രിക്കയെക്കുറിച്ചുള്ള എക്സ്ട്രാ പോയിന്റ്സ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം
കറുത്ത ഭൂഖണ്ഡം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം, മരുഭൂമികൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം, മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം അൾജീരിയയും ഏറ്റവും ചെറിയ രാജ്യം സീഷെൽസുമാണ്, ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നൈജീരിയയും ജനസംഖ്യ ഏറ്റവും കുറവുള്ള രാജ്യം സീഷെൽസുമാണ്. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ടയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനി കിംബർലി ദക്ഷിണാഫ്രിക്കയിലാണ്. ബിഗ് ഹോൾ എന്നറിയപ്പെടുന്ന വജ്രഖനിയാണ് കിംബർലി. മഴവിൽ ദേശം എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ഫുട്ബോൾ ലോകകപ്പ് നടന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 3 തലസ്ഥാനമുള്ള ഏക രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അവസാനമായി രൂപം കൊണ്ട ആഫ്രിക്കൻ രാജ്യമാണ് സൗത്ത് സുഡാൻ. 2011 ദക്ഷിണ സുഡാൻ രൂപം കൊണ്ടത്. ആഫ്രിക്കയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് എലൻ ജോൺ സെർലിഫ് ആണ്. ഗ്രീൻ ബെൽറ്റ് എന്ന സംഘടന സ്ഥാപിച്ചത് വങ്കായി മത്തായി ആണ്.